ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഡേ ലൈഫ് ലെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരാഴ്ചയായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഈ ട്രിപ്പിൻ്റെ വീഡിയോ ബാക്കി ഒരു പാട്ടും കൂടി ഇടാനുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് കേട്ടോ. അപ്പം ഞങ്ങൾ വേളാങ്കണ്ണി വരെ എത്തിയ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ വേളാങ്കണ്ണിയിൽ നിന്ന് നമ്മൾ പള്ളിയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്. മെയിനായിട്ട് ഇപ്പോൾ വേളാങ്കണ്ണി പള്ളിയിലേക്ക് വരാനുള്ള കാരണം കുഞ്ഞൂസിന് തലമുടി മൊട്ടയടിച്ചുള്ള നേർച്ച നടത്താനുണ്ട്. കുഞ്ഞൂസിന് ഇതുവരെ മുടി മൊട്ടയടിച്ചിട്ടില്ല. കുഞ്ഞൂസിനാണെങ്കിൽ മുടി വളർന്നിട്ടുമില്ല, 2 വയസ്സായി. പക്ഷേ ഇതുവരെ മുടി അങ്ങനെ കാര്യമായിട്ട് വളർന്നിട്ടുമില്ലായിരുന്നു. അത് കാരണം നമുക്കിപ്പോൾ നേർച്ച ഇത്രയും വൈകിയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. മുടി വളർന്ന ബുദ്ധിമുട്ടായതിൻ്റെ പ്രശ്നം യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മുടി വളർന്നിട്ടില്ല അവന്. ജനിച്ചപ്പോഴേ മുടി ഇച്ചിരി കുറവാണ് ആൾക്ക്. വലിയ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടില്ല മുടിക്ക്. അപ്പോൾ മുട്ട അടിച്ച് കഴിഞ്ഞ് അത് ക്ലീനായി കഴിഞ്ഞിട്ട് ഇനി വരുന്ന മുടി നന്നായിട്ട് വളരുമെന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങനെ മുടി ഇല്ലാത്തത് ഇങ്ങനെ ഒരു സംശയമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ പലരും പറഞ്ഞു മുട്ട അടിച്ച് കഴിഞ്ഞിട്ട് കൈമയ്ക്കും മുടി ശരിക്കും നന്നായിട്ട് വളർന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പോൾ റൂമിലെത്തി റെഡിയായി കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് ഫ്രഷായിട്ട് നേരെ പള്ളിയിലേക്ക് പോയി. ഇപ്പോൾ ഏകദേശം 8 മണിക്ക് ആവാറായെന്ന് തോന്നുന്നു. സമയം കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ചെന്നപ്പോൾ പള്ളിയിൽ ആൾക്കാരൊക്കെ ഉണ്ട്. കുർബാന കഴിഞ്ഞിറങ്ങുന്ന സമയമായിരുന്നു. എല്ലാവരും പള്ളിയിൽ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല, എന്നാലും തിരക്കേടില്ലാത്ത ആൾക്കാർ പള്ളിയിൽ ചുറ്റും ഉണ്ട്. ആളില്ലാത്തതുണ്ട്. അപ്പോൾ കുറേ പേര് അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുവിന് മുട്ടയടിക്കാനുള്ളതുകൊണ്ട് കുറച്ച് ടെൻഷനിലൊക്കെയാണ് കേട്ടോ. കുഞ്ഞ് എങ്ങനെയായിരിക്കും മുട്ടയടിക്കുമ്പോൾ കരയോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്, പ്രത്യേകിച്ച് ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ ടോക്കൺ എടുത്തിട്ട് മുട്ടയടിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് കുഞ്ഞുവിനെ മടിയിലിരുത്തി. കുഞ്ഞുവിൻ്റെ തലയിൽ എന്താ ഒരു വെള്ളം ഏതാണ്ടൊക്കെ ഇങ്ങനെ പുരട്ടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല കേട്ടോ. ആൾ ചിരിക്കുന്നുണ്ടായിരുന്നു. തണുപ്പുള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, ആൾ ചിരിക്കുമായിരുന്നു. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടായി. അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അവൻ അങ്ങനെ ഇരുത്തുമ്പോഴത്തേക്ക് അവൻ ബഹളം വെച്ച് പ്രശ്നമാക്കും അങ്ങനെയൊക്കെയായിരുന്നു. കാരണം ആൾ പൊതുവേ ഭയങ്കര കുറുമ്പുള്ള ആളാണ്. അങ്ങനെ ഇങ്ങനെ ഇരുത്താന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വണ്ടിയിലേക്ക് പോകുമ്പോഴേ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഇതിപ്പോൾ പരിചയമില്ലാത്ത ഒരാളെ കണ്ടിട്ടും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് ആൾ അടങ്ങിയിരിക്കുന്നുണ്ട്. മുടിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വടിച്ച് തുടങ്ങിയപ്പോൾ തലയൊക്കെ ഒന്ന് അനക്കി തുടങ്ങി. ആളുടെ മുഖമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും ചേട്ടനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അവൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അവൻ എൻ്റെ വാച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ വാച്ച് ഊരി കൊടുത്തു, അവൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും മൈൻഡ് മാറുന്ന ഇടയിൽ മുടി അധികം സമയം എടുക്കേണ്ടി വരില്ല, കാരണം അത്രയും മുടിയുള്ളൂ അവന്. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ട്. ചേട്ടൻ്റെ മുഖം കണ്ട് ആകെ വിളറിയിരിക്കണേ. എങ്ങനെയെങ്കിലും എനിക്ക് പേടിയായിരുന്നു. അവൻ കഴുത്ത് വെട്ടിക്കുന്ന സമയത്ത് എങ്ങാനും തല മുറിയോ അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു മുടി വെട്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഒരു കണക്കിന് ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് അത് തീർത്തു പ്രശ്നമില്ലാണ്ട്. പിന്നെ അടുത്തത് ചേട്ടൻ്റെയും റെൻസോൻ്റെയും മുടി വെട്ടലായിരുന്നു. അവർക്കും ഉണ്ടായിരുന്നു നേർച്ച. ജേസനാണ് നേരത്തെയുള്ള നേർച്ചയായിരുന്നു. അപ്പോൾ കുഞ്ഞൂസിൻ്റെ ഒപ്പം വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീക്കി വെച്ചേക്കായിരുന്നു. പിന്നെ ഇവർക്ക് 2 പേർക്കും വെട്ടാനുള്ള ഓൾറെഡി നേർച്ച ഉള്ളതുകൊണ്ട് റെൻസോനും മുടി വെട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ആൾക്ക് 2 പേർക്കും മുടി മടിയായിരുന്നിട്ട് സത്യം പറഞ്ഞാൽ. റെൻസോന് വിഷമമുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾക്കും വിഷമമുണ്ടായിരുന്നു. ഇവരുടെ മുടി ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, മുടി മൊട്ടയടിച്ചിട്ട്. അപ്പോൾ മുടി മുറിച്ച് കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ മുടി മുറിച്ച് കഴിയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ. മുടിയുടെ നീളം തന്നെ മുറിക്കുമ്പോൾ തന്നെ മുറിക്കണമെന്ന് വലിയ ആഗ്രഹത്തോടുകൂടി പോയാലും മുറിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഭയങ്കര വിഷമമായിരിക്കും. അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം ഇവിടുത്തെ സമയമൊക്കെ തീർന്നായിരുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളായിരുന്നു ലാസ്റ്റ് ടോക്കൺ എടുത്തത്. അപ്പോൾ ഇനി ആരെയും കടത്തി വിടണമെന്ന് മുകളിൽ നിന്ന് പറയുന്നത് കേട്ടു. ടൈം ഏകദേശം കഴിഞ്ഞെന്ന് പറഞ്ഞു. അധികം സമയമൊന്നും എടുത്തില്ല, അവർ പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞിട്ടോ. ഒരുപാട് സമയമൊന്നും എടുത്തില്ല. അതെ, കുഞ്ഞൂസ് വലിയ കുഴപ്പമില്ലാണ്ട് ഓക്കെ ആയി, കരഞ്ഞൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഓക്കെ ആയി. ഞാൻ അപ്പോൾ വീഡിയോ മുഖം അവൻ്റെ കാണിച്ചു കൊടുത്തപ്പോൾ ആൾ നോക്കി ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോഴും സത്യം പറഞ്ഞ സമാധാനമായത്. ഞങ്ങൾ തലയിൽ മൊത്തം നോക്കിയപ്പോൾ വലിയ പൊട്ടൽ കാര്യങ്ങളൊന്നും വലിയ കാര്യം ഉണ്ടായില്ല. ചെറിയൊരു കുരു ഉണ്ടായിരുന്നു അവൻ്റെ തലയിൽ. ആ കുരു ചെറുതായിട്ട് പൊട്ടിയതിൻ്റെ ചെറിയ ചോര അവിടെ കണ്ടായിരുന്നു.
അപ്പം അങ്ങനെ ചേട്ടൻ്റെയും റൻസാൻ്റെ ഏകദേശം കഴിഞ്ഞു. മൊത്തം ഇനി ക്ലീനിങ്ങാണ്. അപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ തലയിൽ എന്തോ ചന്ദനോ അങ്ങനെ എന്തൊക്കെ പുരട്ടണമെന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ താഴേക്ക് ചെന്നാൽ മതി എവിടേക്ക് പോകണ്ടേന്ന് അവർ പറഞ്ഞു. താഴെ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു തന്നു. ചേട്ടൻ്റെ ഫസ്റ്റ് കഴിഞ്ഞു, റൻസാൻ്റെ അത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും ടിപ്പ് കൊടുക്കാനുണ്ടായിട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ നിന്ന് ടോക്കൺ എടുത്ത് പിന്നെ ഇവിടെ വന്നിട്ട് ഇവർക്കും പൈസ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഒരു തലയ്ക്ക് 200 വെച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നെന്ന് തോന്നണം. മുട്ടയടിക്കലങ്ങനെ നേർച്ച ഫിനിഷായി. ഞങ്ങളെല്ലാവരും താഴേക്ക് പോന്നു. അത് കഴിഞ്ഞിട്ട് താഴെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. ഇതിനു മുമ്പ് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെയും ഹസ്ബൻഡിൻ്റെ അവരുടെ പിള്ളേരുടെയൊക്കെ മുട്ട അടിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഇത് തലമുടി മുട്ടയടിച്ച് കഴിഞ്ഞു. അപ്പോൾ അന്ന് തലമുട്ട അടിച്ചത് ഇവിടെ അല്ലായിരുന്നു കേട്ടോ, സ്ഥലം വേറെ ആയിരുന്നു. പക്ഷേ താഴത്തെ ഫ്ലോറിലാണ് കണ്ടായിരുന്നു. ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പോൾ ഈ കടയിൽ വന്നിട്ട് അവരെന്തോ ബക്കറ്റിൽ വെള്ളം തന്നെ അതുകൊണ്ട് കഴുകാൻ പറഞ്ഞു. റൻസർ എന്ത് വെള്ളം എന്നറിയാൻ വേണ്ടി വായിൽ തൊട്ട് നോക്കിയിട്ടാവും, ഉപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് തോന്നണം. അങ്ങനെ ഇവരുടെ 3 പേരുടെയും തലമുടിയിൽ മുടിയില്ലാത്ത മുട്ടത്തലയിൽ വെള്ളം കൊണ്ട് നനച്ച് എന്തോ ചന്ദനോ അങ്ങനെ എന്തോ സാധനം പുരട്ടാനായിട്ട് അവർ തന്നായിരുന്നു. എന്തിനാണെന്നൊന്നും അറിയില്ല കേട്ടോ, എന്തിനാ അതൊക്കെ എന്നറിയില്ല. അവർ നമ്മളിങ്ങനെ താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കട കാണിച്ചു തന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇവരായിട്ട് ഇങ്ങനെ എന്തോ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്, ഇങ്ങനെ അങ്ങോട്ടേക്ക് വിടണം, ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാക്കില്ല, ഇവിടെ ഏതൊരു ബിസിനസ് ഉണ്ടാവുമല്ലോ നേർച്ച നടത്തുന്ന സ്ഥലത്ത്. അതേപ്പോൾ ചന്ദനം അത് അവർ തന്നതാണ്, തലയിൽ തേച്ചു. പിന്നെ അതും കഴുകിക്കളഞ്ഞു, അതും അപ്പം തന്നെ കഴുകിക്കളഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവർ നമുക്ക് തിരി തന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞൂസ് ഭയങ്കര മൂഡിലൊക്കെയാണ്. കുഞ്ഞൂസ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വിചാരിച്ച പോലെ ഒന്നല്ലായിരുന്നു. കുഞ്ഞൂസ് എല്ലാം സഹകരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആകെയുള്ള ഒരു ടെൻഷൻ അതായിരുന്നു. അവൻ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, എങ്ങോട്ട് ഓടുന്നുള്ള ആ ഒരു ടെൻഷൻ മാറി കിട്ടി. പിന്നെ തിരിയും കൂടെ മേടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി. അവർ നമ്മുടെ പേരും അഡ്രസ്സും എല്ലാം ഇങ്ങനെ അവൾ എഴുതി വെക്കാൻ പറഞ്ഞു. അതൊക്കെ എഴുതി കൊടുത്തു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇത് നേർച്ച ഇപ്പോൾ ആ ചേട്ടൻ തരുന്നില്ല, നമ്മുടെ മുട്ടത്തലയുടെ എന്തോ നേർച്ചയുടെ എന്തോ സംഭവമാണ്. അവിടെ ഒരു കവറിലാക്കി തന്നിട്ട് ആ കവർ അവിടെ അതിൻ്റെ ഒപ്പം തന്നെ മുടിയുണ്ട്. തലമുടി മുറിച്ച മുടിയും കുറച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അവിടെ നേർച്ചയായിട്ട് ഇടണം. അതിനായിട്ടാണ് അപ്പോൾ ചെറിയൊരു കവറിൽ അവർ പൊതിഞ്ഞ് തന്നത്. അപ്പോൾ അത് എവിടെ ഇടണ്ടേന്ന് ആ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഈ മുടി വെട്ടുന്ന ആൾക്കാർ തന്നെ എടുത്ത് നമുക്ക് തന്നതാണ്. അവർ ഫസ്റ്റ് എടുക്കുന്ന ആ മുടി, ആ ഒരു പിഞ്ച് മുടി അവരെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പൊതിഞ്ഞ് തന്നു. അതിൻ്റെ ഒപ്പം വേളാങ്കണ്ണിയിലെ മാതാവിൻ്റെ തിരിയും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ വെഞ്ചരിച്ച സാധനങ്ങളാണെന്ന് തോന്നണു. പ്രത്യേകിച്ച് വെഞ്ചരിക്കേണ്ടി വരില്ല, ഓൾറെഡി വെഞ്ചരിച്ച് വെച്ചേക്കുന്നതാണെന്ന് തോന്നണേ. അപ്പോൾ അത് തന്നു. ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിൽ ചെന്നിട്ട് അത് ഇടാനുള്ളൊരു പ്ലേസ് ഉണ്ട്, അവരെ കൊണ്ടുപോയി ഇട്ടത്. അപ്പോൾ പള്ളിയകത്ത് ചെന്നപ്പോൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തിരുന്ന അവർ പ്രത്യേകം അവിടെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വാവ പറയുന്നുണ്ടായിരുന്നു. ആരോ അവിടെ ഫോണെടുത്ത് യൂസ് ചെയ്യുന്ന കണ്ടപ്പോൾ ചേട്ടൻ അവിടെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, ഫോൺ യൂസ് ചെയ്തതെന്ന് പറഞ്ഞ് പുറത്ത്. അതുകൊണ്ട് പെട്ടെന്ന് പള്ളിയകത്തുനിന്ന് അധികം നേരം എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് വന്നിട്ട് ഞങ്ങൾ കുറച്ച് മുട്ടത്തലയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ബിഫോറും ആഫ്റ്ററും അങ്ങനെയൊക്കെ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ. അപ്പോൾ ഇതായിരുന്നു വേളാങ്കണ്ണിയിലെ തലേദിവസം രാത്രിയിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഉടനെ ലാസ്റ്റ് പാട്ട് കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ഓക്കെ, ബൈ.